last class we had discussed about the basics of chat, basic of chatting. First one Newton's first law, and second one parallelogram law ആണ് പഠിച്ചത്. പ്രോബ്ലംസും ചെയ്തിട്ടുണ്ടായിരുന്നു. Then third one is equilibrium law. Equilibrium എന്ന് പറയുന്ന കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇതിന് മുന്നിൽ. Equilibrium പറയുന്നത് എന്തായിരുന്നു കണ്ടീഷൻ? Hello, audible ആണോ? Now is it okay? Okay, what is the exact problem? വോയിസ് ഇടക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. Okay. Hello, now is it okay? Okay. Then third law of statics, basic law of statics is equilibrium law. What's the condition of equilibrium? Or else, what is equilibrium condition? എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വരുന്നത് എന്നുള്ളത്. എന്താണ് ഫോഴ്സസ് എങ്ങനെയാണ്? ബാലൻസ്ഡ് സ്റ്റേറ്റിനെയാണ് എന്ത് പറയുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് പറഞ്ഞ അതിൽ തന്നെ നമുക്ക് ആ ഒരു വേർഡിൽ തന്നെ ദ വേർഡ് ഇറ്റ് സെൽഫ് സേസ് ദാറ്റ് ഇറ്റ് ഇസ് എ ബാലൻസ്ഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പം വി ക്യാൻ സേ ദാറ്റ് equilibrium of a body is the condition in which all the forces and moments acting on the body is zero ആണ്. ഓക്കെ, അതായത് ഞാനൊരു ഫോഴ്സ് സിസ്റ്റം വരച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേര് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണെങ്കിൽ എന്താണ് ആ ബോഡി റെസ്റ്റ് ഇൻ കണ്ടീഷനിലായിരിക്കും, സ്റ്റാറ്റിക് കണ്ടീഷനിലായിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ദ ബോഡി ഇസ് ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയാം. Okay, so equilibrium of the body is the condition in which all the forces and moments acting on the body is zero ആണ്. അപ്പൊ നമ്മൾ അതിൽ ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ സീറോ ആയിരിക്കും. അതുപോലെ തന്നെ മൊമെന്റ് നോക്കുകയാണെങ്കിൽ സീറോ ആയിരിക്കും. മൊമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പൊ മൊമെന്റ്സിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കാണ്ട്, ഇനി അങ്ങോട്ടുള്ള മൊഡ്യൂൾസിലൊക്കെ പഠിക്കാണ്ട്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോഴ്സസിനെ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഫോഴ്സസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതുപോലെ തന്നെ മൊമെന്റ്സും എന്തായിരിക്കും, ടോട്ടൽ മൊമെന്റ് സീറോ ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ബോഡി എന്ത് ചെയ്യുള്ളൂ, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ബാലൻസ്ഡ് സ്റ്റേറ്റിൽ ആവത്തുള്ളൂ. അത്രമാത്രം ചിന്തിക്കുക. ദെൻ അതിന്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒരു ദിസ് ഇസ് എ ടേബിൾ and a 5 Newton force is applied on the table from left to right, then obviously the table will move towards the right side. Okay, so in the next figure, an equal and opposite force is applied on the table, that is 5 Newton is applied from right to left. Then what's the condition of the table? എന്തായിരിക്കും കണ്ടീഷൻ എന്ന് പറയുന്നത്? Does the table moves or not? ആ ടേബിൾ മൂവ് ചെയ്യോ ഇനി ഈ രണ്ടാമത്തെ കണ്ടീഷനിൽ? നോ, ദിസ് കണ്ടീഷൻ ഇസ് സ്റ്റാറ്റിക് കണ്ടീഷൻ അല്ലെ. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് നോ മൂവ്മെന്റ് ആണ്. കണ്ടീഷൻ എന്ന് പറയുന്നത് റെസ്റ്റിംഗ് കണ്ടീഷൻ ആണ്, വി നോ ദാറ്റ്. സോ ഇവിടെ നോക്കിയേ, ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫോഴ്സ് ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്. ദെൻ ആഡിങ് ദീസ് ഫോഴ്സസ് വി ഗെറ്റ് ദ റിസൾട്ട് ഇസ് സീറോ ആണ് അല്ലെ. സീറോ ഇസ് ദ റിസൾട്ടന്റ് അല്ലെ. ടോട്ടൽ റിസൾട്ടന്റ് എന്താണോ സീറോ അല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ സാധാരണ പോസിറ്റീവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നെഗറ്റീവും ആണ് എടുക്കാറ് അല്ലെ. അപ്പൊ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, സെയിം ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റിസൾട്ടന്റ് ഓഫ് ദ ഫോഴ്സസ് എന്താ? റിസൾട്ടന്റ് എന്താ അല്ലെ? ടോട്ടൽ ഫോഴ്സ് എന്താ? 5. യെസ്, 5 minus 5 that's equal to 0. ഓക്കെ, സോ അതിന്റെ ഈ ഡെഫിനേഷനിൽ പറയുന്നത് നോക്കിയ മുകളിൽ വായിച്ചു നോക്കി. ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി ഇസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ഓൾ ദ ഫോഴ്സസ് ആൻഡ് മൂവ്മെന്റ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി സീറോ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇക്വിലിബ്രിയം ആവുള്ളൂ. സോ ദർ ഇസ് അനദർ ഫിഗർ ഇൻ വിച്ച്
5 Newton of force, again 5 Newton of force is applying on that table. So what is the next condition? എന്തായിരിക്കും അവിടെ സംഭവിക്കുക? What will happen? എന്തായിരിക്കും സംഭവിക്കുക? ചെറിയ മൂവ്മെന്റ്സ് ഉണ്ടാവും. അതായത് എവിടുന്ന് എവിടത്തേക്കായിരിക്കും ആ ഫോഴ്സ്, എക്സ്ട്രാ ഫോഴ്സ് എവിടത്തേക്കാണോ, എക്സ്ട്രാ ഫോഴ്സ് ഏത് ഡിറക്ഷനിലേക്കാണോ ആ ഡിറക്ഷനിലേക്ക് എന്ത് ചെയ്യും? ആ ടേബിള് മൂവ് ചെയ്യും, ആ ബോഡി മൂവ് ചെയ്യും. ഓക്കെ, സോ ഇതില് ഒരേ ഒരു കണ്ടീഷൻ, ഇതില് സെക്കൻഡ് കേസ് മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഇതിൽ ഈ സെക്കൻഡ് കേസ് മാത്രമേ ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ളൂ. സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? അതിനൊരു 3 കണ്ടീഷൻ, സ്റ്റേറ്റ് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ സിഗ്മ എഫ് എക്സ്, സിഗ്മ എന്ന് പറയുന്നത് സമ്മേഷൻ ആണ് നമുക്കറിയാം. എഫ് ഇസ് റെപ്രസെന്റിങ് ദ ഫോഴ്സസ് ആണ്. എക്സ് മീൻസ് ഡയറക്ഷൻ ആണ്. എക്സ് ഡയറക്ഷനിലേക്കുള്ള എല്ലാ ഫോഴ്സസ് അതിന്റെ സമ്മേഷൻ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. ഇപ്പൊ നമ്മളെടുത്ത് ഈ 5 Newton എന്ന് പറഞ്ഞ ഫോഴ്സസ് ഏത് ഡയറക്ഷനിലുള്ളതാണ്, അല്ലെങ്കിൽ ഏത് ആക്സിസ് ആണ്? എക്സ് ആക്സിസ് അല്ലേ? സോ ഇതിലെ എക്സ് ആക്സിലുള്ള എല്ലാ ഫോഴ്സസും എന്താണ്? അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിന്റെ സമ്മേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ ആൻഡ് അപ്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കുക, അല്ലെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ വെർട്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ് വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ആണ്. സോ സമ്മേഷൻ ഓഫ് ദ ഫോഴ്സസ് ഇൻ വൈ ഡയറക്ഷൻ വിൽ ബി ഈക്വൽ ടു 0. അതാണ് നെക്സ്റ്റ് കണ്ടീഷൻ. ദെൻ ഈ സിഗ്മ എം എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് ഓൾ മൊമെന്റ്സ്, ആ ഒരു ടേബിളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഓൾ മൊമെന്റ്സിന്റെ അതിന്റെ സമ്മേഷൻ എന്ന് പറയുന്നത് ഒരു പോയിന്റ് വെച്ചിട്ടാട്ടോ നമ്മൾ എടുക്കുക. മൊമെന്റ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടേ നമുക്ക് മൊമെന്റ് പറയാൻ പറ്റും. സോ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ, എല്ലാ പോയിന്റ്സിലുള്ള മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ സമ്മേഷൻ 0 ആയിരിക്കും. ഈ 3 കണ്ടീഷനാണ് മെയിൻ ആയിട്ട് ഇക്വിലിബ്രിയത്തിൽ വരുന്നത്. സോ ജസ്റ്റ് റൈറ്റ് ഡൗൺ ദിസ്. Third law of static, that is equilibrium law. Equilibrium of a body is the condition in which all the forces and moments acting on the body is 0. Then condition. Write out the condition of equilibrium forces, that is sigma fx equal to 0, sigma fy equal to 0 and sigma m equal to 0. It is very 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 important. നമുക്ക് അങ്ങോട്ടേക്കുള്ള എല്ലാ ക്വസ്റ്റ്യനിലും ഇത് ചെയ്യേണ്ടി വരും. എല്ലാ പ്രോബ്ലത്തിലും ഈ ഒരു ബേസിക് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് കണ്ടീഷൻസ്. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. ആൻഡ് ദിസ് ഫിഗർ ഇസ് ഓപ്ഷണൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ വരക്കാം, മനസ്സിലായിട്ടില്ലെങ്കിൽ വരച്ചെടുക്കാം. അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് ഇപ്പൊ കാര്യങ്ങൾ മാത്രം മതി. ഇതൊന്നും വരയ്ക്കണം എന്നുള്ള രീതിയിലൊന്നും എന്തായാലും ഉണ്ടാവില്ല. ഓക്കെ, സോ look at this figure. What is the resultant or total forces on that body, on that beam? സിഗ്മ എന്താ വരിക? സിഗ്മ എഫ് സഫിക്സ് എന്താ വരിക? എക്സ് ആണോ വൈ ആണോ വരിക? സിഗ്മ വൈ. യെസ്, സിഗ്മ എഫ് വൈ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുക. സിഗ്മ എഫ് വൈ എന്താ വരിക? നമ്മൾ അപ്വേർഡ് ഡിറക്ഷനിലുള്ളത് പോസിറ്റീവ് ആയിട്ടും ഡൗൺവേർഡ് ഡിറക്ഷനിലുള്ളത് നെഗറ്റീവ് ആയിട്ടാണ് കൊടുക്കാറ്, അല്ലേ? അപ്പൊ നോക്കി എല്ലാ ഫോഴ്സസും പാരലൽ ആണ്. സോ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഈ പാരലൽ ഫോഴ്സസ്, അങ്ങനെയുള്ള കുറച്ച് ഫോഴ്സസ്, ടൈപ്പ് ഓഫ് ഫോഴ്സസ് പഠിക്കാനുണ്ട് കേട്ടോ. കൊലീനിയർ, കൺകറന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. എന്താ വരിക? ഇതിന്റെ ആൻസർ എന്താ വരിക? റിസൾട്ടന്റ് എന്താ വരിക? അപ്വേർഡ് ഡിറക്ഷനിലുള്ള ഫോഴ്സസ് ഏതൊക്കെയാ? നമ്മൾ ഫസ്റ്റ് ഫോഴ്സ് 5 kN ആണ്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇറ്റ് ഇസ് ആക്ടിങ് ഇൻ ദ upward direction, so we can take it as positive. So 5 plus then 2 kilonewton. 2 kilonewton is positive, again positive because it is acting in upward direction. Then 10 kilonewton is
Negative. Yes, negative because it is acting in downward direction. So the total resultant or summation of all the forces in y direction is equal to equal to Minus minus 3. So we can draw the figure of resultant. നമുക്ക് റിസൾട്ടന്റിന്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ബീം വരയ്ക്കുക. ഓക്കെ, ബീം വരക്കുക. റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിസൾട്ടന്റ് എങ്ങനെയാണ്? നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിലേക്കാ? അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ? യെസ്, ഡൗൺവേർഡ്. അപ്പൊ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ് നമ്മുടെ റിസൾട്ടന്റ്. സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? -3. സോ ആർ ഈക്വൽ ടു 3 കിലോ ന്യൂട്ടൺ. ആ നെഗറ്റീവ് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വി മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ദറ്റ് ഫോഴ്സ്, അല്ലെ? ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദർ ഇസ് നോ നീഡ് ടു പുട്ട് ദ സൈൻ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് വരുന്നത്. സോ അതൊന്ന് ജസ്റ്റ് ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, എത്രയായിരിക്കും വരിക? നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ചെയ്യാൻ പറ്റും. നോട്ടിൽ ഒന്നും എഴുതാൻ നിൽക്കണ്ട, ജസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. നെക്സ്റ്റ് കണ്ടീഷന്റെ നോക്കിയേ, എന്താ ആൻസർ വരിക? സിഗ്മ എഫ് വൈ സിഗ്മ എഫ് വൈ ഈക്വൽ ടു സീറോ അല്ലേ? 6ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10, മുകളിന്ന് താഴത്തേക്ക് 10 മൈനസ് 10 0. സോ ഈ ഒരു ബീം എന്ന് പറയുന്നത് എന്ത് കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക? ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്. ബട്ട് ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് നോട്ട് ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓക്കെ, ഇത് ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ല, ബട്ട് ദിസ് ഫിഗർ ഇസ് ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് നമുക്ക് വേണം പറയാം, ബിക്കോസ് സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ഇക്വിലിബ്രിയം ലോസിൽ. ഇനി വേറൊരു ഇക്വിലിബ്രിയം ലോസ് തന്നെ അണ്ടറിൽ വരുന്നതാണ്. കുറച്ച് രണ്ട് ലോസ് വരുന്നുണ്ട്. ദാറ്റ് ആർ ട്രയാങ്കുലർ ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ്. ട്രയാങ്കുലർ ലോ എന്ന് പറയും. അതായത് നിങ്ങൾ നേരത്തെ പാരലോഗ്രാം ലോ പഠിച്ചിട്ടില്ലേ? പാരലോഗ്രാം ലോ എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സസ്, ആ രണ്ട് ഫോഴ്സസ് എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ് ആണെങ്കിൽ ആ പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും എന്ത്? അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് ഈ ട്രയാങ്കുലർ ലോന്റെ കേസിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് സൈമൾട്ടേനിയസ്ലി ഓൺ എ ബോഡി ബി റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ടേക്കൺ ഇൻ ഓർഡർ. അത് ശ്രദ്ധിക്കണം, ടേക്കൺ ഇൻ ഓർഡർ ആണ്. ദെൻ their resultant may be represented in magnitude and direction by the third side of the triangle taken in opposite order ആണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പാരലോഗ്രാമിന്റെ കേസിൽ രണ്ട് ഫോഴ്സസിന്റെയും ടെയിൽസ് എന്ന് പറയുന്നത് ഒരു കോമൺ പോയിന്റിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടന്റ് ആണെങ്കിൽ ആ പോയിന്റിൽ തന്നെയാണ് അതിന്റെ ടെയിലും വരുന്നത്. ബട്ട് ഇവിടെ എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ കേസിൽ ഫിഗർ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആണ് നമ്മുടെ ഫോഴ്സസ് എങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല വരിക, ഓർഡറിലാണെന്ന് പറയുന്നുണ്ട് അല്ലെ? ടേക്ക് ഇൻ ഓർഡർ ആണ്, നമ്മൾ ഓർഡറിലാക്കിയിട്ട് എടുക്കണം. അതായത് ആദ്യത്തെ ഫോഴ്സ് F1 ആണെങ്കിൽ അതിന്റെ ഹെഡിന്റെ മുകളിൽ കൊണ്ടുവെക്കണം എന്ത്? അടുത്തതിന്റെ ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം വെക്കേണ്ടത്. അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം പോയിന്റിലല്ല, ഒരു ഓർഡർ വൈസ് ആയിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഇതിന് കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് കിട്ടും. സോ അതായിരിക്കും എന്ത്? റിസൾട്ടന്റ്. അത് ഓപ്പോസിറ്റ് ഓർഡറിൽ നമ്മൾ എടുക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇനി അടുത്ത ഓർഡർ എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിന്റെ ഹെഡിൽ വേണം അടുത്ത നമ്മൾ സൈഡ് വേണമെങ്കിൽ കൊടുക്കാൻ. ബട്ട് അങ്ങനെയല്ല, ഇതിൽ പറയുന്നുണ്ട് ഓപ്പോസിറ്റ് ഓർഡറിൽ നമ്മൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഓർഡറിലാണെങ്കിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇവിടെ ഹെഡ്, അടുത്തതിന്റെ ഹെഡ് ഇവിടെയാണ് വരേണ്ടത്. ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ വരിക. റിസൾട്ട് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ഓർഡറിലാണ് അത് വരിക. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? പാരലോഗ്രാമിന്റെ കുറച്ചൊരു വേരിയേഷൻ വരുന്ന ഒരു ലോ ആണ് ട്രയാങ്കുലർ ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇതുപോലെ തന്നെ വേറൊരു ലോ ആണ് വരുന്നത്, ലാംബീസ് ലോ. നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് ഞാൻ ഫിഗർ കാണിച്ചു തരാം. ഫിഗർ ആണിത്, കണ്ടോ? എ ബി എന്ന് പറയുന്നത് ടു ഫോഴ്സസ് ആണ് ആൻഡ് ആർ ഇസ് ദ റിസൾട്ടന്റ്. ജസ്റ്റ് തിയറി എഴുതി വെച്ചോ, തിയറി ഒക്കെ ചോദിക്കൂട്ടാ. ഇതൊക്കെ തിയറി പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്.
ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെ ഈ ട്രയാങ്കുലർ ലോ ആക്കി മാറ്റാന്നുള്ള ചിലപ്പം ഡൗട്ട് ഉണ്ടാവും. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒരു ബോഡീന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് എങ്ങനെയാണ് ഇത് വരക്കുക എന്നുള്ളതും കൂടെ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഇതൊരു ടേബിൾ ആണ്. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ ഒരു ടേബിൾ ആണെന്ന് വിചാരിക്കുക. സോ ഈ ടേബിളിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പാരലൽ ആയിട്ട്, ഗ്രൗണ്ട് സർഫസിന് പാരലൽ ആയിട്ട് ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് എ എന്ന് പറയുന്നത്. ഇനി ഞാൻ അതുപോലെ തന്നെ ഈ ടേബിളിന് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. കുറച്ചൊരു ഒരു ആംഗിൾ ചെരിഞ്ഞിട്ട്, ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു 30 ഡിഗ്രി ഒക്കെ ചെരിഞ്ഞിട്ട് ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് ബി. അങ്ങനെയാണെങ്കിൽ ഇതിന് എങ്ങനെ വരക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം കുറച്ചും കൂടെ ക്ലിയർ ആവും. എ എന്ന് പറയുന്ന ഫോഴ്സ് ഞാൻ അത് എങ്ങനെയാണോ, അതായത് ഞാനിപ്പം റെഫറൻസ് ആയിട്ട് വെക്കുന്നത് എർത്ത് സർഫസ് ആണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ. അപ്പൊ അതിന് പാരലൽ ആയിട്ട് ഞാൻ എ എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. ദെൻ അടുത്തെന്ന് വെച്ചാൽ ബി എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് 30 ഡിഗ്രി ആംഗിളിലാണ് ചെരിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എന്ത് ചെയ്യണം, ഓർഡറിലായിരിക്കണം എടുക്കേണ്ടത് ട്രയാങ്കുലർ ലോന്റെ കേസിൽ. സോ ഐ ഹാവ് ടു ഫിക്സ് ദ ടെയിൽ ഓഫ് ദ ബി, ടെയിൽ ഓഫ് ദ ഫോഴ്സ് ബി ടു ദ ഹെഡ് ഓഫ് എ ആണ്. എന്റെ ഹെഡിൽ വേണം എനിക്ക് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനത് ഫിക്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉള്ളത് അല്ലെ? ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബി എന്ന് പറയുന്നത് വേണ്ടത്. ഓക്കെ, ശരിക്കും എനിക്ക് ബീനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ വേണമെങ്കിലും എനിക്ക് അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ബി എവിടെയാണോ ആക്ട് ചെയ്യുന്നത് അതിന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ വേണമെങ്കിലും എനിക്ക് അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ ബീനെ എനിക്ക് എന്താക്കി മാറ്റാം, മാറ്റി വരയ്ക്കാൻ പറ്റും. സോ ഇപ്പം എ ആണ് ഇതെങ്കിൽ ബീനെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യിച്ച് ഈ ലൈൻ ഓഫ് ആക്ഷനിൽ കൂടെ മൂവ് ചെയ്യിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ബീന് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് ടെയിലും ഹെഡും തമ്മിൽ ജോയിൻ ആയല്ലോ. ഇനി എനിക്ക് എന്താ ഇതാണ് അടുത്ത സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ അടുത്ത സൈഡ് വരുന്നത്. സോ ഇതിനെ എങ്ങനെ വരക്കണം, ഓപ്പോസിറ്റ് ഓർഡർ ആക്കിയിട്ട് വരക്കണം. സോ അതായിരിക്കും അതിന്റെ റിസൾട്ടന്റ്. ക്ലിയർ ആയോ പറഞ്ഞത് വരക്കുന്നത്? ഓക്കെ ആയോ? ഒരു ബോഡീന്റെ മുകളിൽ എങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ രണ്ട് ഫോഴ്സസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രയാങ്കുലർ ലോയും പാരലോഗ്രാം ലോയും യൂസ് ചെയ്യാൻ പറ്റത്തുള്ളേ. അത് വേറെ കാര്യം. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ലോ യൂസ് ചെയ്യും. ഓക്കെ, രണ്ട് ഫോഴ്സസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ആംഗിളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ ട്രയാങ്കിൾ ആയിട്ടും അതുപോലെ തന്നെ പാരലോഗ്രാം ലോ ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ അത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾ സൈൻ റൂൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇതില് സൈൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? അതായത് ഇതിപ്പോ തീറ്റയാണെന്ന് വിചാരിക്കുക. തീറ്റ ഇതെന്താ കൊടുക്കുക, ഇതൊരു ആൽഫ കൊടുക്കുക അല്ലെ, ആൽഫ. ഇത് ബീറ്റയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സൈൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ ട്രയാങ്കിളിന്റെ കേസിൽ സൈൻ റൂളിന്റെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക എന്നുള്ളത്. എന്താ വരിക? അതായത് ഏതാണോ സൈഡ് അത് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദി ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദ അതർ ടു സൈഡ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് വരുന്നത്. സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ കാണിച്ചു തരാം, ഞാൻ എഴുതി കാണിച്ചു തരാം. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുകയാണ്. ഹിയർ ഐ എം ടേക്കിംഗ് ഫസ്റ്റ്ലി എ എന്ന് പറയുന്ന സൈഡ് എടുക്കുകയാണ്. സോ എ ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ. സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നതോ എന്തായിരിക്കും വരിക? സൈൻ എന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ, അല്ലെങ്കിൽ അതർ ടു സൈഡ്സ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാ? എ അല്ലാണ്ട് വരുന്ന ബാക്കി രണ്ട് ബീറ്റ. അപ്പൊ സൈൻ ബീറ്റ ഈക്വൽ ടു, അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? അടുത്ത സൈഡ് ഡിവൈഡഡ് ബൈ അതിന്റെ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത സൈഡ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പൊ അടുത്ത സൈഡ് ഞാൻ ബി എടുക്കുകയാണ്. സോ ബി ഡിവൈഡഡ് ബൈ എന്ത് വരും? സൈൻ ഓഫ് എന്ത് വരും? സൈൻ ഓഫ് തീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഒരു സൈഡും കൂടിയല്ലേ ബാക്കിയുള്ളൂ. ആർ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ. So this is the sine rule.
വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും രണ്ട് ഫോഴ്സസ് അറിയാം, അതുപോലെ ഇതിന്റെ ആംഗിളും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ഫോഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ആംഗിളും അറിയാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ആംഗിൾ അറിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പം ആർ അറിഞ്ഞു, ആൽഫ അറിയാം, തീറ്റ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ബി കണ്ടുപിടിക്കാം. ഓക്കെ, തീറ്റയും ആൽഫയും കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ബീറ്റ കിട്ടുമല്ലോ, കാരണം 180 മൈനസ് ചെയ്താൽ മതി, ബാക്കി എല്ലാ ടേംസും നമുക്ക് കിട്ടും. ഏതെങ്കിലും മൂന്ന് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ ആ ഒരു ഇക്വേഷനും കൂടെ ഒന്ന് എഴുതിയെടുക്കുക. സോ ഇക്വിലിബ്രിയം ലോ തന്നെ പെടുന്ന വേറെ ഒന്നാണ് ലാമീസ് തിയർ എന്ന് പറയുന്നത്. ലാമീസ് തിയർ എന്ന് പറയുമ്പോൾ ഇഫ് ത്രീ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആണ്, അതായത് ഒരു പോയിന്റിലാണ് ഈ ഒരു ഫോഴ്സസ് ഒക്കെ ആക്ട് ചെയ്യുന്നതെങ്കിൽ മൂന്ന് ഫോഴ്സസ്, അതായത് മൂന്ന് ഫോഴ്സസ് ആണ് നേരത്തെ കേസിൽ, അതായത് പാരലോഗ്രാം ആയാലും ട്രയാങ്കുലർ ആയി കഴിഞ്ഞാലും രണ്ട് ഫോഴ്സേ വരുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എബോവ് 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ലോസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ത്രീ ഫോഴ്സസ് ആണെങ്കിൽ നമുക്ക് ലാമിസ് തിയറി യൂസ് ചെയ്യാം. ഓക്കെ, ഇഫ് ത്രീ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് are in equilibrium, then each forces is proportional to the sine of the angle between the other two forces. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൈൻ റൂൾ തന്നെ എവിടെ അപ്ലൈ ചെയ്യാം, ലാമീസ് തിയറത്തിൽ അപ്ലൈ ചെയ്യാം. അതായത് മൂന്ന് ഫോഴ്സസ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യാണ്, അത് ഇക്വിലിബ്രത്തിലാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാം, ആ സൈൻ റൂൾ ഇവിടെയും അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ മൂന്ന് ഫോഴ്സസ് ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു പോയിന്റിൽ മൂന്ന് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഫോഴ്സസ് ആണ്, പി എസ് ക്യൂ എന്ന് പറയുന്നത്, പി ക്യു എസ് എന്ന് പറയുന്നത് മൂന്ന് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഓരോന്നിന്റെ ആംഗിളും കൊടുത്തിട്ടുണ്ട്, ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞ ആംഗിൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നേരത്തെ സെയിം റൂൾ ആണ്, അതായത് ഏതാണോ നമ്മൾ സൈഡ് എടുക്കുന്നത്, അല്ലെ ഏതാണോ നമ്മൾ ഫോഴ്സ് എടുക്കുന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇവിടെ പി ബൈ സൈൻ ആൽഫ, അല്ലെ പിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആൽഫയാണ്. സോ പി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ക്യൂ ബൈ സൈൻ ബീറ്റ എസ് ബൈ സൈൻ ഗാമ. സെയിം ഇക്വേഷൻ ആണ്, സൈൻ റൂൾ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതും കൂടി ഒന്ന് എഴുതിയെടുക്കുക. ലാമീസ് തിയറം ഇമ്പോർട്ടന്റ് ആണ്. ഇനി 3 കൂടുതൽ വരുന്ന സമയത്താണ് ഇനി നമ്മൾ അടുത്ത റൂള് പഠിക്കുന്നത്, റൂളല്ല, നമ്മൾ അടുത്ത മെത്തേഡ് പഠിക്കുന്നത്, ഇക്വിലിബ്രിയം മെത്തേഡ്. അത് വെച്ചിട്ടാണ് പിന്നെ ചെയ്യുക. ശരിക്കും ഇക്വിലിബ്രിയം മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഒരു രണ്ട് ഫോഴ്സോ അല്ലെങ്കിൽ മൂന്ന് ഫോഴ്സോ, അതായത് എത്ര ഫോഴ്സ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇക്വിലിബ്രിയം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ലോ വെച്ചിട്ട് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യും, നിങ്ങൾ ലാമീസ് വെച്ച് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഓക്കെ, ഇഫ് ത്രീ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആർ ഇൻ ഇക്വിലിബ്രിയം, then each forces is proportional to the sine of the angle between the two forces, between the other two forces. എഴുതിയെടുക്കുക, ഫിഗർ വരയ്ക്കണേ, ഫിഗർ ഇസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇക്വേഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അവിടെയും സൈൻ റൂൾ തന്നെയാണ് വരുന്നത്. പി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു ക്യൂ ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു എസ് ബൈ സൈൻ ഗാമയാണ്. എസ് ബൈ സൈൻ ഗാമ, ദിസ് ഇസ് എസ് ആണ്, എസ് ബൈ സൈൻ ഗാമ. ഓക്കെ അല്ലേ? മുഹമ്മദ് ഫസൽ.
കുറെ പേര് ലേറ്റ് ആയിട്ട് ക്ലാസ് ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് എഴുതിയെടുത്തോ. നമുക്ക് പ്രോബ്ലംസ് ചെയ്താലോ, ഇതിന്റെ പ്രോബ്ലം. Yes, ma'am. Okay. So the question is an electric light fixture weighing an electric light fixture weighing 150 Newton hangs from a point C by two stay wires AC and DC determine the tensions in stay wires. The stay wires AC and DC using Lami's theorem. Draw the figure given in the question. Okay, have you all drawn the figure? Yes, ma'am. Okay, Yes. so just listen. ഇങ്ങോട്ട് നോക്കുക, ശ്രദ്ധിക്കുക. ഇവിടെ എന്ന് പറയുന്നത് എന്താ ക്വസ്റ്റ്യൻ വെച്ചാൽ ഒരു ഇലക്ട്രിക് ലൈറ്റ് ഫിക്സ്ചർ വെയിറ്റിംഗ് 150 ന്യൂട്ടൺ ഒരു ഹാങ് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രിക് ലൈറ്റ് ഫിക്സ്ചർ ആണ്. സോ അതിന്റെ പോയിന്റ് സി എന്ന് പറയുന്നൊരു പോയിന്റിലാണ് അത് ഹാങ് ചെയ്തിരിക്കുന്നത്. അതിനെ കണക്ട് ചെയ്ത് ആ പോയിന്റ് സിയിലെ കണക്ട് ചെയ്ത് രണ്ട് സ്റ്റേ വയേഴ്സ് ഉണ്ട്. അത് AC BC ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു AC BCയിൽ ഉണ്ടാവുന്ന ടെൻഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ വാട്ട് ഇസ് ടെൻഷൻ ആൻഡ് കംപ്രഷൻ? എന്താ അത്? ശരിക്കും നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഇറ്റ് ഇസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു കാറ്റഗറീസ് ദാറ്റ് ആർ ടെൻഷൻ ആൻഡ് കംപ്രഷൻ ആണ്. ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ടെൻഷനും കംപ്രഷനും ഇല്ലാത്ത ഒരു കളിയില്ല. സോ ടെൻഷനും കംപ്രഷനും അറിഞ്ഞിരിക്കണം. ഓക്കെ, ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
കംപ്രഷൻ എന്തായിരിക്കും? കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഒരു ബോഡി ഉണ്ടെങ്കിൽ ഞാൻ വരക്കുന്നത് കംപ്രഷൻ ആണോ ടെൻഷൻ ആണോ എന്ന് പറഞ്ഞാൽ മതി. ഈ രണ്ട് ഫോഴ്സസ് ആ ഒരു ബോഡിയിൽ ഉണ്ടാക്കുന്നത് കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കോ അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കോ? കംപ്രസീവ് യെസ്, കംപ്രസീവ്. കംപ്രഷൻ വരുന്ന സമയത്ത് എന്താണ് ആ ഒരു ബോഡിയിൽ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. അല്ലെങ്കിൽ ആ ബോഡിന്റെ ആ ഒരു നമ്മൾ എവിടെയാണോ ഫോഴ്സ് കൊടുക്കുന്നത് ആ ഏരിയ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അതേസമയം ഇങ്ങനെയാണെങ്കിലോ നേരെ ആ ഒരു ബോഡിയിൽ നിന്ന് എവേ ആയിട്ടാണ് ഞാൻ ആ ഒരു ഫോഴ്സ് കൊടുക്കുന്നത്. അത് വലിക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ടെൻഷൻ എന്ന് പറയാം. ഓക്കെ, ടെൻസൈൽ ഫോഴ്സ് ആണ് അത്. അപ്പൊ കംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബോഡീന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് കംപ്രഷൻ എന്ന് പറയുന്നത്. ആ ഒരു ബോഡിയിൽ നിന്ന് വലിക്കുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സിനാണ് ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് വയേഴ്സിലൊക്കെ, അതായത് കേബിൾ വയേഴ്സ്, എന്ത് രീതിയിലുള്ള വയേഴ്സ്, ഹാങ് ചെയ്ത വയേഴ്സിലൊക്കെ എന്തായിരിക്കും? ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുറെ കാലം കഴിഞ്ഞ് ഫൈനൽ ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ ഈ ഒരു വയേഴ്സിൽ ടെൻസൈൽ ഫോഴ്സ് ആണെന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങളിപ്പോ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. എല്ലാ വയേഴ്സിലും അല്ലെ കേബിൾസിലായി കഴിഞ്ഞാലും ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും, ടെൻഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്ത് വയറോ കേബിളോ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, റോപ്പോ എന്ത് തന്നിട്ടുണ്ടെങ്കിലും. ഓക്കെ, സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ആണ് ഉണ്ടാവുക. ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പോയിന്റ് സിന്ന് എങ്ങോട്ടേക്കായിരിക്കും ഡയറക്ഷൻ ഉണ്ടാവുക? ഞാൻ വരയ്ക്കുകയാണ്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇതാണ് നമ്മുടെ വെയിറ്റ്. സോ ദിസ് ഇസ് 150 ന്യൂട്ടൺ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെൻസൈൽ ഫോഴ്സ് എ സിയിലും ബി സിയിലും ഉണ്ടാവുന്ന ടെൻസൈൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഞാൻ എങ്ങോട്ടേക്കായിരിക്കും വരക്കേണ്ടത്? അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ വരക്കേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു സി ആണ് നമ്മൾ നോക്കേണ്ടത്. ഡൗൺവേർഡ് ആണോ? ആ ഒരു പോയിന്റിനെ വലിക്കല്ലടാ ചെയ്യുന്നത്. വലിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്വേർഡ് ആണ് വരിക. ഓക്കെ, ഇങ്ങനെയാ വരിക. അതായത് നമ്മൾ സീനെ കൺസിഡർ ചെയ്യുമ്പോൾ, സീനെ റെഫർ ചെയ്യുന്ന സമയത്ത് സിയിൽ നിന്ന് എങ്ങനെയായിരിക്കും വരിക? സിക്ക് അനുഭവപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കണം? അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, അത് ആ ഒരു സാധനത്തിന് എന്തെങ്കിലും വലിക്കണം, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എറോ മാർക്ക് ഇടാൻ പാടില്ല. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എറോ മാർക്ക് ഉണ്ട്, എന്നാൽ മാത്രമേ അത് ടെൻഷൻ ആവുള്ളൂ. ആ ഒരു പോയിന്റിൽ ടെൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതേസമയം ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ സിയിലേക്ക് കംപ്രസീവ് ഫോഴ്സ് ആയിട്ടായിരിക്കും അത് വരിക. അങ്ങനെ പറ്റില്ല. ആ ഒരു ഏതാണോ നിങ്ങൾ ബോഡി എടുക്കുന്നത് ആ ബോഡീനെ എവേ ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക? ടെൻഷൻ എപ്പോഴും വരയ്ക്കാൻ. ഓക്കെ, അതേസമയം ഞാൻ വേറൊരു കേസ് കാണിച്ചു തരാം. അതായത് ഇതിൽ തന്നെ സി എന്ന പോയിന്റും ബി സി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ബീനെയാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ബി നിന്നുള്ള ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വരക്കണം? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരക്കണം. എങ്ങനെയാണ് ബിയിലേക്ക് നമ്മൾ ബീനെ റെപ്രസെന്റ് അല്ലെങ്കിൽ ബീനെ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അവിടുത്തെ ടെൻഷൻ വരിക? ബി നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ് വരിക. അപ്പൊ സീനെ നോക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെയാണ് വരിക. ഇപ്പൊ രണ്ട് ടെൻഷനും എന്താണ്? ബാലൻസ്ഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് അത് സ്റ്റാറ്റിക് കണ്ടീഷനിലാണ്. അതായത് ഈ ടെൻഷനും, അതായത് ബീനെ റെപ്രസെന്റ് ചെയ്യുന്ന ടെൻഷനും സീനെ റെപ്രസെന്റ് ചെയ്യുന്ന ടെൻഷനും രണ്ടും എന്താണ്? ഇക്വിലിബ്രത്തിലായിരിക്കണം. അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ വയർ എന്തായിരിക്കും? വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് കണ്ടീഷൻ, റെസ്റ്റിംഗ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ഇനി അതേസമയം ഞാൻ പറയാണ് ബി സി എന്ന് പറയുന്ന എ ബി സി, ഞാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സി എന്ന് പറയുന്ന ഈ ഒരു ബി സി എന്ന് പറയുന്ന പാർട്ട് എന്ന് പറയുന്നത് താഴത്തേക്ക് ഇങ്ങനെ വലിഞ്ഞു പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്തായിരിക്കും അവിടെ കണ്ടീഷൻ? അതായത് ഈ ടെൻഷൻ, അതായത് ബീനെ റെഫർ ചെയ്യുന്ന ആ ഒരു ടെൻഷൻ ഇല്ലേ, അത് കൂടുതലായിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബീനെ റെപ്രസെന്റ് ചെയ്യുന്ന സീനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് ടെൻഷൻ ഈക്വിലിബ്രിയം കണ്ടീഷൻ ആയതുകൊണ്ടാണ് അത് സ്റ്റാറ്റിക് കണ്ടീഷൻ, സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നത്, അതായത് റെസ്റ്റിംഗ് കണ്ടീഷനിൽ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു സൈഡിലുള്ള ടെൻഷൻ കൂടുതലാണെങ്കിൽ അത് ആ സൈഡിലേക്ക് വലിയും.
ഇപ്പൊ നമ്മൾ കയറൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ വലിഞ്ഞു പോലും. ഇപ്പൊ റബ്ബർ ബാൻഡ് ഒക്കെ നിങ്ങൾ ഒരു വെയിറ്റ് വെച്ചിട്ട് മുകളിൽ കെട്ടി തൂക്കി എന്ന് വിചാരിക്കുക, കുറച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് വലി, കാരണം ആ വെയിറ്റ് കാരണം താഴത്തേക്കാണ് ആ ടെൻഷൻ കൂടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അതാണ് കേസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കണം. നമുക്ക് അബൌട്ട് സി ആണ് നമുക്ക് നോക്കേണ്ടത്. സോ ആ ഒരു കേസ് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരിക, മുകളിലേക്കായിട്ടാണ് നമ്മൾ ടെൻഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതെന്ത് വരും, ഇത് ടി ബി സി വിത്ത് റെസ്പെക്ട് ടു സി ആണ് നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ടി എ സി ഇങ്ങനെ വരും, ടി ബി സി ടി എ സി ദെൻ 150 ന്യൂട്ടൺ. ഇത് നോക്കിയേ, നിങ്ങൾ ഈ ഫിഗർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ലാമീസ് തിയറത്തിൽ നോക്കിയേ, ഇതുപോലെ തന്നെയല്ലേ ഫിഗർ വരുന്നത്, അല്ലേ? ലാമീസിൽ യെസ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തൂടെ? ടി ബി സിയും ടി എ സിയും കണ്ടുപിടിച്ചൂടെ? ആംഗിൾ വേണമല്ലോ, ആംഗിൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? ആംഗിൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? ടി ബി സി ടി എ സി, സോ ദിസ് ഇസ് 150 ന്യൂട്ടൺ അല്ലേ? ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ എന്താ 45 ഡിഗ്രി ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ദിസ് ഇസ് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഒരു ട്രയാങ്കിളുടെ ടോട്ടൽ ആംഗിൾ അല്ലെങ്കിൽ സം ഓഫ് ദി ഓൾ ദി ആംഗിൾസ്, 180 മൈനസ് 60 പ്ലസ് 45 എത്ര ചെയ്തിട്ട് പറ. ഓക്കെ, 75. So this is 75 degree. Okay. So ഇനി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇക്വേഷൻ എഴുതിയേ, ടി ബി സി ബൈ ഈ ഒരു ആംഗിള്, ഈ ആംഗിൾ എന്തായിട്ട് എടുക്കാം? നിങ്ങൾ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞെടുക്കാം, നമുക്ക് അറിയില്ലല്ലോ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. So TBC by sin alpha equal to TAC by sin beta equal to 150 by sin 75. ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ഇവിടെ ഓഡിബിൾ ആണോ? യെസ് മാം. ഓക്കെ, ഓക്കെ ബ്രേക്ക് ആണല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ബ്രേക്ക് കഴിഞ്ഞിട്ട് വായോ, ഇതൊന്ന് ജസ്റ്റ് നോക്കുക. നിങ്ങൾ ബ്രേക്ക് ടൈമിൽ നോക്കാൻ പറ്റുന്നുണ്ടെ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത അവറും ഞാൻ തന്നെയാണല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത അവറിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം.